യഥാർത്ഥത്തിൽ ഒരു ഇൽമിനെ അഭ്യസിക്കുമ്പോൾ വേണ്ടത് അങ്ങനെയാണ്, ആത്മാവിനെ ശുദ്ധീകരിച്ച് ആത്മാവ് കൊണ്ട് അതിനെ അഭ്യസിക്കാൻ വേണ്ടി കഴിയണം. അല്ലെങ്കിൽ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്ക് കഴിയണത് പോലെ നമുക്ക് സാധിച്ചോളുന്നില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി ഇസ്തിഖാമത്ത് എന്ന ആ തഖ്വൻ്റെ ആ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ടിട്ട്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഇൽമു അഭ്യസിക്കുമ്പോൾ വേണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർക്ക് ഇസ്ലാം നിർദ്ദേശിച്ച പ്രത്യേകമാവുന്ന സംരക്ഷണ സ്വഭാവങ്ങളിൽ കൂടി ആവണം അവർക്ക് പഠിപ്പിക്കപ്പെടുന്നത്. അവരുടെ സുരക്ഷിതത്വം, അവർക്കുള്ള മാന്യത ഇതൊന്നും ഒരിക്കലും അപഹരിക്കപ്പെടുകയോ അതിന് ഏതെങ്കിലും നിലക്കുള്ള പോറിലേൽപ്പിക്കപ്പെടാനോ സാധ്യത ഉണ്ടാവാൻ പാടില്ല. അല്ലാതെ ഒരു വിദ്യാഭ്യാസത്തിനോടും ശരീഅത്ത് എതിരല്ല. സമസ്തകളുടെ ജമിയത്ത് വരുമ്പോൾ ഒരു വിദ്യാഭ്യാസത്തിനെതിരെ ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ ആ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് പഠിപ്പിക്കാം. ആണിനും പഠിപ്പിക്കാം, പെണ്ണിനും പഠിപ്പിക്കാം. അത് ശരീഅത്തിനോട് ബന്ധപ്പെട്ട ഉലൂമുകൾ മാത്രമല്ല. അങ്ങനെയല്ലേ മഹാന്മാർ പറഞ്ഞത്, അല്ലാ യൻദുറ ഇലാ സാഇരിൽ ഉലൂം, മറ്റുള്ള അറിവുകളിലേക്ക് ഈ നോക്കാതിരിക്കണം എന്നാ. ഐനിൽ ഹഖാറ, നിസ്സാരമാക്കുന്ന കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. അപ്പോൾ എല്ലാ ഇൽമുകളും നമ്മൾ നിസ്സാരാക്കാൻ പാടില്ല. ശരീഅത്ത് എതിർക്കാത്ത എല്ലാ ഇൽമുകളെയും നമ്മൾ എന്താവണം, ബഹുമാനിക്കണം. അതിലേക്ക് നമ്മൾ നിസ്സാരമായ കണ്ണുകൊണ്ട് അതിലേക്ക് നോക്കാൻ പാടില്ല. അതോടുകൂടി ശരീഅത്തിനെ പഠിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്ന ചില ഉലൂമുകൾ ഉണ്ടാവും, അതിനോട് ബന്ധപ്പെട്ട് നിൽക്കണം. ആ ഉലൂമുകൾക്ക് പ്രത്യേകമാവുന്ന പരിഗണന കൊടുത്തുകൊണ്ട് അതും പഠിപ്പിക്കപ്പെടും.